ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇരട്ട വോട്ട് സ്ഥിരീകരിച്ച് റവന്യൂ വകുപ്പ്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 174 ഇരട്ട വോട്ടുകളാണ്. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. അതിർത്തി മേഖലകളിൽ വ്യാപകമായ ഇരട്ട വോട്ടുണ്ടെന്ന ബി.ജെ.പി. പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 174 ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിച്ചു. ഇവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇടുക്കി ജില്ലയിലെയും തമിഴ്നാട് തേനി ജില്ലയിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരട്ട വോട്ടുകൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉടുമ്പൻചോലയിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ കാരണം ഇരട്ട വോട്ടുകളാണെന്ന ആരോപണമാണ് ബി.ജെ.പി. പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ മാത്രം 6, 12 വാർഡുകളിൽ മാത്രമായി 200ഓളം വ്യാജ വോട്ടുകളാണ് ഉള്ളത്. ഇടുക്കിയിലെ ഈ തുടർച്ചയായി ഒരു പാർട്ടി തന്നെ ഇടതുപക്ഷം മാത്രം വിജയിക്കുന്നതിന്റെ മുഖ്യ കാരണം ഇതാണ്. ലക്ഷക്കണക്കിന് വോട്ടുകളാണ് 3 താലൂക്കുകളായി വ്യാജ വോട്ടുകളുള്ളത്. അതേസമയം നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്ന 2 വാർഡുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമാണ് പരിശോധിച്ച ഇരട്ട വോട്ടുകളുടെ എണ്ണം പുറത്തു വന്നിട്ടുള്ളത്. ഇവരോട് 1-ാം തീയതി നേരിട്ട് ഹിയറിംഗിന് ഹാജരാകുവാൻ റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകി. എന്നാൽ 2 വാർഡുകളിൽ നടത്തിയ പരിശോധനയിൽ 174 ഇരട്ട വോട്ടർമാരെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ അതിർത്തി മേഖലയിലാകെ ഇരട്ട വോട്ട് കണ്ടെത്തുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ബി.ജെ.പി. നേതൃത്വം ഉന്നയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.